ഡിസംബർ മാസത്തിന്റെ ആ തണുപ്പുള്ള പ്രഭാതത്തിൽ ഡൽഹിയിലെ പാർലമെന്റ് മന്ദിരത്തിനു ചുറ്റും കോടമഞ്ഞ് പടർന്നു കിടപ്പുണ്ടായിരുന്നു. ശീതകാല സമ്മേളനം നടക്കുന്നതിനാൽ കനത്ത സുരക്ഷയിലാണ് രാജ്യാധികാരത്തിന്റെ ആ കേന്ദ്രം. ഗേറ്റ് നമ്പർ 1 മുന്നിൽ ജാഗ്രതയോടെ ഡ്യൂട്ടിയിലായിരുന്നു 32കാരിയായ CRPF കോൺസ്റ്റബിൾ കമലേഷ് കുമാരി. രാവിലെ ഡ്യൂട്ടിക്കിറങ്ങുമ്പോൾ തന്റെ 2 കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് അവൾ പറഞ്ഞ വാക്ക് മനസ്സിൽ എപ്പോഴും കിടപ്പുണ്ട്: വൈകുന്നേരം അമ്മ വേഗം വരാൻ കേട്ടോ. അമ്മയുടെ ആ വാക്കിൽ വിശ്വസിച്ച് അവർ സ്കൂളിലേക്ക് പോയതാണ്. കാണാം ഒരു നാൾ ഒരിടത്തൊരിടത്ത്. സമയം 11:40 ആയപ്പോഴാണ് ആ വെളുത്ത അംബാസിഡർ കാർ അതിവേഗത്തിൽ ഗേറ്റിലേക്ക് പാഞ്ഞു വന്നത്. കാറിന് മുകളിൽ VIP-കൾ ഉപയോഗിക്കുന്ന ചുമന്ന ബീക്കൺ ലൈറ്റും പാർലമെന്റിന്റെ വ്യാജ സ്റ്റിക്കറും ഉണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ ആർക്കും സംശയം തോന്നില്ല. എന്നാൽ വർഷങ്ങളുടെ പരിശീലനവും കണിശതയുമുള്ള കമലേഷിന്റെ കണ്ണുകൾ ആ കാറിന്റെ അമിത വേഗതയിൽ എന്തോ പന്തികേട് തോന്നി. അവൾ കയ്യിലുണ്ടായിരുന്ന ലാത്തിയുമായി ആ കാറിന് നേരെ നടന്നു. വാഹനം തടയുകയായിരുന്നു ലക്ഷ്യം. പെട്ടെന്ന് ബ്രേക്ക് ഇട്ടുകൊണ്ട് ആ കാർ നിന്നു. അടുത്ത നിമിഷം കമലേഷിന്റെയും രാജ്യത്തിന്റെയും നെഞ്ചിടിപ്പ് കൂട്ടിക്കൊണ്ട് ആ കാറിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. കനത്ത ആയുധങ്ങളും ഗ്രനേഡുകളും ഏന്തിയ 5 ഭീകരർ അതിൽ നിന്ന് പുറത്തേക്ക് ചാടി. മുന്നിൽ നിൽക്കുന്നത് മരണമാണെന്ന് ആ സെക്കൻഡിൽ അവൾ തിരിച്ചറിഞ്ഞു. കയ്യിൽ തിരിച്ചടിക്കാൻ ഒരു തോക്കു പോലുമില്ല. പക്ഷേ അവൾ ഭയന്നോടിയില്ല. താൻ തടഞ്ഞില്ലെങ്കിൽ ഈ മനുഷ്യരൂപത്തിലുള്ള മൃഗങ്ങൾ അകത്തുകയറി ചോരപ്പുഴ ഒഴുക്കുമെന്നും 100 കണക്കിന് ജനപ്രതിനിധികളുടെ ജീവൻ അപകടത്തിലാകുമെന്നും അവൾ മനസ്സിലാക്കി. തന്റെ ജീവനേക്കാൾ അവൾക്ക് വലുത് രാജ്യത്തിന്റെ സുരക്ഷയായിരുന്നു. ഒട്ടും സമയം കളയാതെ കമലേഷ് കയ്യിലെ വാക്കി ടോക്കി ഓൺ ചെയ്ത് ഉറക്കെ വിളിച്ചു പറഞ്ഞു: ടെററിസ്റ്റ്, ഗേറ്റ് നമ്പർ 1, ക്ലോസ് ദ ഗേറ്റ്സ് ക്വിക്ലി. ആ അപായ സൂചന കേട്ട് ഭീകരർ അലറി വിളിച്ചുകൊണ്ട് അവൾക്ക് നേരെ തിരിഞ്ഞു. നിഷ്ഠൂരമായി അവർ കമലേഷിന് നേരെ തുരുതുര വെടിയുതിർത്തു. 1 അല്ല 2 അല്ല, കൃത്യം 11 വെടിയുണ്ടകളാണ് ആ ധീര വനിതയുടെ നെഞ്ചിലേക്ക് തുളച്ചു കയറിയത്. ചോരയിൽ കുളിച്ച് അവൾ നിലത്തു വീണു. പക്ഷേ ബോധം മറയുന്ന ആ അവസാന നിമിഷത്തിലും അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു: ക്ലോസ് ദ ഗേറ്റ്സ്. അവളുടെ ആ വിളി ഒരു വലിയ ദുരന്തത്തിനാണ് തടയിട്ടത്. ജാഗരൂകരായ മറ്റു സുരക്ഷാ ജീവനക്കാർ ഉടൻ തന്നെ ബാരിക്കേഡുകൾ ഉയർത്തുകയും ഗേറ്റുകൾ പൂട്ടുകയും ചെയ്തു. തുടർന്ന് നടന്ന കനത്ത ഏറ്റുമുട്ടലിൽ 5 ഭീകരരെയും സൈന്യം വധിച്ചു. അന്ന് കമലേഷ് കുമാരി എന്ന ആ സാധാരണ കോൺസ്റ്റബിൾ തന്റെ ജീവൻ നൽകി. ആ മുന്നറിയിപ്പ് നൽകിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രം തന്നെ മറ്റൊന്നായേക്കാമായിരുന്നു. വൈകുന്നേരം അമ്മ കൊണ്ടുവരുന്ന പലഹാരവും കാത്ത് ആ കൊച്ചുകുട്ടികൾ വാതിൽക്കൽ നിന്നിട്ടുണ്ടാവാം. പക്ഷെ തിരിച്ചെത്തിയത് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ അശോക ചക്രയിൽ പൊതിഞ്ഞ അവരുടെ അമ്മയുടെ നിശ്ചലമായ ശരീരമായിരുന്നു. അശോക ചക്ര നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയായി കമലേഷ് കുമാരി ചരിത്രത്തിൽ ഇടം നേടി.